ഓൾ അമ്പാടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റിയൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ടാണ് ഒരു തക്കാളി, ഒരു 10 ചെറിയുള്ളി, ഒരു 3 വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തത്. പിന്നെ നമുക്ക് വേണ്ട ഐറ്റം മുട്ട തന്നെ, 2 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ടയൊന്ന് പൊട്ടിച്ച ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കഴിക്കാനുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടാട്ടോ. 2, 3, 4 എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത ആ വറ്റൽമുളകൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉപ്പിട്ട് കലക്കി ആ മുട്ട കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറവ് പോലെ ആക്കിയെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതാ ഈ ഒരു പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതാ ഇതുപോലെ ഒന്ന് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത ആ 10 ചെറിയുള്ളി തന്നെ വേണമെന്നില്ല, ഒരു സവോളയായാലും എടുത്താൽ മതി. പിന്നെ ഇതാ ഒരു തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച വറ്റൽമുളകും ഇഞ്ചി കഷ്ണവും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി കുറവായതുകൊണ്ട് ഇതാ 2-3 ചെറുത് കിട്ടിയിട്ടുണ്ട്, അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതാ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇത്തിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി ചിക്കൻ മസാലയാണ്. അതൊരു 1/4 ടീസ്പൂൺ, അത്ര തന്നെ വേണമെന്നില്ല, ഒരിത്തിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ മുട്ട ചിക്കി വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പറ്റുന്ന രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂട്ടാണ് കേട്ടോ. ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ചോറിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചൂട് ചോറിൻ്റെ കൂടെ ഇതൊന്നും ഉണ്ടാക്കി ചൂടോടെ ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.